എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വിഷയം എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്തായിരിക്കും? ഫാമിലി ട്രാൻസ്ഫോർമേഷൻ. ഈ ഫാമിലി ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എന്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ്? നമ്മൾ മനുഷ്യരെല്ലാവരും സാമൂഹിക ജീവിയാണല്ലേ. നമുക്ക് ആ സമൂഹത്തില് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നതിലപ്പുറം നമ്മൾ ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അത് നമ്മെ സൃഷ്ടിച്ചവൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരാണും പെണ്ണും ഇണ ചേർന്ന് അവരിലൂടെ പുതിയ തലമുറകളെ സൃഷ്ടിച്ച് ആ തലമുറകൾ ഈ ഭൂമിയിൽ ജീവിച്ച് അത് എന്താണോ അവരറിയുന്നത് അതിനെ ചേർത്ത് നിർത്തി കുടുംബമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും അറിയേണ്ടത് നമ്മുടെ ജീവിതം എത്രത്തോളം സന്തോഷത്തോടു കൂടി മുൻപോട്ട് കൊണ്ടുപോകണം, അത്രത്തോളം ആ ഫാമിലി നമ്മളോടൊപ്പം ഉണ്ടാവണം. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ നമുക്കൊരു വർക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് സന്തോഷകരമായി ഫീൽ ചെയ്യുന്ന ഒരു 5 കാര്യങ്ങൾ എഴുതുക. ജസ്റ്റ് ഇവിടെ സന്തോഷമാണ് വേണ്ടത്. ഫാമിലി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ആ സന്തോഷകരമായ കാര്യങ്ങൾ ഒരു 5 എഴുതുക. എന്തുകൊണ്ടാണ് നമ്മുടെ ഫാമിലിയിലൊക്കെ ഒരു മാറ്റം വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? നമ്മൾ എന്തൊക്കെ നേടിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ, എല്ലാം ഒന്ന് ചേർത്ത് നിർത്തി നമുക്കൊന്ന് അനുഭവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മുടെ ഫാമിലി നമ്മോടൊപ്പം ഉണ്ടാവണം അല്ലേ. അത് ഏതൊരു ദൂരത്തായിക്കോട്ടെ, മക്കള് അല്ലെ ലൈഫ് പാർട്ട്ണർ ഇവരൊക്കെ ദൂരെ ആണെങ്കിലും നമ്മൾ അവരുടെ ആ ഒരു സാമീപ്യം നമ്മുടെ ഉള്ളിൽ എപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഫാമിലി എത്രത്തോളം പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളത്. നമ്മൾ ആരോടൊക്കെ സംസാരിച്ചു, ഒരുപാട് സമയം ചെലവഴിച്ചു, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് നമ്മുടെ ഫാമിലിയിൽ വരുമ്പോൾ നമ്മളൊന്ന് ഒറ്റപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളൊന്ന് ബുദ്ധിമുട്ടുകയോ ചെയ്യുമ്പോൾ നമുക്ക് ആ അസ്വസ്ഥത വല്ലാതെ നമ്മളെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഏതൊക്കെയോ രീതിയിലേക്ക് ആക്കി മാറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഫാമിലി എന്നുള്ളത് നമുക്ക് എവരി ടൈം നമ്മളോടൊപ്പം ഉള്ളതാണ്. നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മുടെ ഫാമിലിയും മാറുന്നുണ്ട് എന്ന് നമുക്കിപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഇവൻ ഞാൻ എങ്ങനെയാണോ അതുപോലെ എൻ്റെ ഫാമിലിയിലും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അതിൻ്റെയൊക്കെ ഒരു ഊർജം എന്നുള്ളത്, മെയിൻ പോയിന്റ് എന്നുള്ളത് മാതാവിലേക്ക് ഏറ്റവും കൂടുതലായി എത്തിപ്പെടുന്നുണ്ട്. നമ്മൾ ഓരോ മാതാപിതാക്കളും അതിൽ ഏറ്റവും കൂടുതൽ ഉമ്മമാരാണ്. അങ്ങനെ തന്നെയല്ലേ എല്ലാ വീട്ടിലും? എല്ലാ കാര്യങ്ങളും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പോലും എല്ലാ കാര്യങ്ങളെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്നത് ഉമ്മമാരാണ്. അപ്പൊ ആ ഉമ്മമാരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അത് നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരിലേക്കും മാറി മാറി പോകുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് എത്രത്തോളം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലൂടെ കൊണ്ട് നടക്കുമ്പം ഈവൻ ഏതൊരു വിഷമം ആയിക്കോട്ടെ അതിനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടില് പലരിലും എന്തുണ്ടാവുന്നുണ്ട്, ആ ഒരു നെഗറ്റീവ് എനർജി, അല്ലെങ്കിൽ എനർജിയുടെ ബേസിൽ പറയുമ്പോൾ നെഗറ്റീവ് എനർജി അല്ലെന്നുണ്ടെങ്കിൽ അതേ അസ്വസ്ഥതകൾ അവരിലും കാണാറില്ലേ പലപ്പോഴും? എന്നാൽ നമ്മൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കണതെങ്കിലോ അവരും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നത് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്?
നമ്മൾക്ക് നമ്മുടെ ഫാമിലിയെ മാറ്റിയെടുക്കാനും ചേർത്ത് നിർത്താനും തള്ളിക്കളയാനും വേണ്ടാന്ന് വെക്കാനും എന്തും സാധിക്കും. അങ്ങനെ തന്നെയല്ലേ? പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുകയും നമ്മൾ എപ്പോഴും ഓരോ കാര്യത്തിലും കണ്ടീഷൻസ് ആയിട്ട് ഇങ്ങനെ 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 ആയാൽ മാത്രമേ പറ്റൂ എന്ന് വിചാരിക്കുന്ന ഇടത്തല്ലേ നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ളൂ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെ തന്നെയല്ലേ എല്ലായിടത്തും? കോമൺ ആയിട്ട് നമ്മുടെ അതെ അതെ. കോമൺ ആയിട്ട് നമ്മുടെ ഫാമിലിയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മൾ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാത്ത ലൈഫ് പാർട്ട്ണർ, അല്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കാത്ത മക്കള്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കുസൃതിയായ മക്കള്, പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഉമ്മമാര്, പേരൻസ് ഉള്ളവര് നമ്മളോട് എന്തെങ്കിലും പറയുന്നത്, ദേഷ്യപ്പെടുന്നത്, എടുക്കുന്നത്, ഇതൊക്കെയുമാണ് നമ്മളെ കൂടുതലും ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നമ്മളെ പറ്റി തന്നെ ഒന്ന് ചിന്തിക്കുമ്പോൾ, നമ്മുടെ മക്കളിലെ ഓരോ കാര്യങ്ങളെ കുറിച്ച് നാം തിരിച്ചറിയുമ്പോൾ, നാം അവരെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് നമ്മുടെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നൊന്ന് നമ്മൾ ഒന്ന് റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിലൂടെ കടന്നു പോയിട്ടുള്ള ഓരോ കാര്യങ്ങളുടെയും ആഫ്റ്റർ എഫക്റ്റ് ആ മക്കളിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ ആദ്യം കുഞ്ഞായിട്ടിരുന്നപ്പോഴത്തേക്ക് എന്തായിരുന്നു, ആ കുഞ്ഞുങ്ങളെ നമ്മൾ കളിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവര് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ പേരൻസിനോടുള്ളത് എങ്ങനെയായിരുന്നു, ഇഷ്ടക്കേടോ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സംസാര രീതികളായിരുന്നെങ്കിലും, നമ്മുടെ ഉള്ളിൽ എന്താണോ ഉണ്ടായിരുന്നത് അത് തന്നെ നമ്മുടെ മക്കളിൽ പ്രകടമാകുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും? അതൊക്കെ നമുക്കിപ്പോ ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് അനുഭവിക്കൽ തുടങ്ങി മാം. അതെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ നമ്മൾ നമ്മുടെ മക്കളെ കുറ്റം പറയുന്ന സമയത്തിന് നമ്മൾ ഒന്ന് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്നത് നമ്മളെ മാത്രമാണ്. നമ്മള് മാറുന്നതനുസരിച്ച് നമ്മുടെ ഫാമിലിയും മാറുകയും നമുക്ക് അവരെ ചേർത്ത് നിർത്താനുള്ള ആ ഒരു സ്ട്രെങ്ത് നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ എനിക്ക് സാധാരണ ഒരു ക്ലാസ് എടുക്കുമ്പോൾ അത് ഇങ്ങനെയാണ് നമ്മൾ അവർ പറയുന്നത്, അല്ല എങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അറിയേണ്ടത് നമ്മളിൽ എങ്ങനെ അത് എത്തിയിട്ടുണ്ട്, നമുക്ക് അതിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പൊ അത് അറിയണമെങ്കിൽ ആദ്യം നാം നമ്മളിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇവിടെ ഒക്കെയും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഏതൊരു ക്ലാസ്സിലും നിങ്ങളെ അറിയൂ എന്ന് പറയുന്നുണ്ട്, ഇത് എങ്ങനെ അറിയണേന്നൊന്ന് ചോദിക്കണം എന്ന് തോന്നുന്നുണ്ടാവും പലർക്കും. അതെന്താ വെച്ചാല് കുറെ പേര് ഇങ്ങനെ പറഞ്ഞു, സറണ്ടർ ചെയ്യാ തവക്കല് ചെയ്യാന്നുണ്ട് അത് എങ്ങനെയാണെന്ന് അറിയണില്ല എന്നുള്ളത്. പക്ഷെ അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താകാൻ പറ്റണം? നമുക്ക് നമ്മൾ ഒരാളെ ചീത്ത പറയുമ്പോൾ, ഇപ്പോ ലൈഫ് പാർട്ട്ണർ ചെയ്തത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ ആളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പൊ ചിന്തിക്കുക, എൻ്റെ ഉള്ളിൽ ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ എന്താണ് തോട്ടുണ്ടായിരുന്നത്, എൻ്റെ ഉള്ളിലെ തോട്ട് എന്തായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കുക. മക്കൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്ന സമയത്ത് ഈവൻ നമ്മുടെ ഏജിൽ നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളതും, നമ്മളുടെ പ്രഗ്നൻസി ടൈമിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ആ കാര്യങ്ങളെ വീക്ഷിച്ചിട്ടുണ്ടായിരുന്നതും, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പേരിക്കൊണ്ട് നടന്നിരുന്നതും എന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടും എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറിയിരുന്നത് എന്നൊരു തോട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ മക്കൾ നമ്മളോട് എങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഹസ്ബൻഡിന് പേരൻസിനോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറിയത്, അവരെ കുറിച്ചുള്ള ചിന്തകൾ എന്തായിരുന്നു നമ്മുടെ ഉള്ളിൽ എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈവൻ അടുത്ത ഓരോ ജനറേഷൻ വരുമ്പോഴും നമ്മളിലേക്ക് എന്താണ് എത്തിപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സെൽഫ് റിയലൈസേഷനിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോ എല്ലാ ക്ലാസ്സുകളിലും പറയാണ്ട് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളത്, നമുക്ക് സൈലന്റ് ആയിട്ട് ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ കൂടുതൽ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫാമിലിയെ കുറിച്ച് ഓർത്തിട്ട് നമ്മളൊന്ന് സൈലന്റ് ആയിട്ട് ഇരുന്ന് നോക്കിയേ, എവിടെയൊക്കെയാണ് എനിക്ക് വീഴ്ചകൾ പറ്റിയിട്ടുള്ളതെന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ആ ഒരു ജീവിതത്തിലേക്ക് കടന്ന നിമിഷം മുതൽ എൻ്റെ ഉള്ളിലൂടെ കടന്നു പോയത് എന്തൊക്കെയാണ്, ഞാൻ എങ്ങനെയൊക്കെയാണ് പെരുമാറിയത്, എനിക്ക് അവരെ കുറിച്ചുള്ള അവെയർ എന്തായിരുന്നു, അവരിങ്ങനെയൊക്കെ കാണിച്ചു. നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും പറയാം, അവരിങ്ങനെ ചെയ്തതാണ്, അവരിങ്ങനെ പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇവിടെ നമ്മളൊന്ന് നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ,
അവര് പറഞ്ഞപ്പോഴാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായതെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ അതിനു മുമ്പേ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടില്ലേ ആ ഒരു തോട്ട് ഉണ്ടായിട്ടില്ലേ, ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എപ്പോഴോ കേട്ടൊരിത് അല്ലെങ്കിൽ ഏതോ കണ്ട ഒരു കാര്യം അത് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് ഇന്ന ആൾ ഇങ്ങനെയൊക്കെ പെരുമാറും, ഒരു വീട്ടിൽ ചെന്നാൽ ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ പല തോട്ടോടു കൂടിയല്ലേ നമ്മൾ പോയിട്ടുള്ളത്. ഏതൊരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയല്ലേ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാണോ കയറി പോയിട്ടുള്ളത് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവിടെ നമ്മൾ നമ്മളെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഷെഡ്യൂൾ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. നമ്മുടെ ഫാമിലി എത്രത്തോളം പ്രയോറിറ്റി ഉണ്ട്, പിന്നെ ലൈഫ് പാർട്ട്ണർ അവരിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത്, നമ്മൾ അവർക്ക് എന്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ നിമിഷത്തെ നമ്മൾ ഇവിടെ ചിന്തിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നമ്മളോട് ഷൗട്ട് ചെയ്യുകയോ അല്ലെ ദേഷ്യപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇമോഷൻ എന്താണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ അത് ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നതാണോ, എന്നെ ബ്ലെയിം ചെയ്യുന്നതാണോ, ഞാൻ ഒന്നും ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്കാണോ ആയി പോയിട്ടുള്ളത് എന്നൊന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്താണ് നടന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഞാൻ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്നെങ്കിൽ ഞാൻ ഇല്ലാതെ, അതായത് തീർന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കല്ലേ പോകുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, ഞാൻ എന്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയാതിരിക്കുക ചെയ്യണത്. കാരണം ഞാൻ എന്നെ അവരിൽ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യണത്. ഇപ്പൊ ഇവിടെ ഇതെങ്ങനെയാണ് തവക്കലിലേക്ക് വരുന്നത് എന്റേതായ രീതിയിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അവരിൽ ഏൽപ്പിച്ചു കൊടുത്തിരിക്കണം. അപ്പൊ അവര് പറയുന്ന ഓരോ കാര്യങ്ങളും ഞാൻ എന്റെ ഉള്ളിൽ ഏറ്റെടുത്തിട്ട് ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തതാണ്, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എന്താ ഇങ്ങനെ ആയി പോയെന്ന് ഓരോ കാര്യം ചിന്തിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ആരെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്, ആ ലൈഫ് പാർട്ട്ണറെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ആ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ റബ്ബിലേക്കാണ് ഏൽപ്പിക്കുന്നതെങ്കിലോ ഓരോരുത്തരും വ്യത്യസ്തരല്ലേ. റബ്ബിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കുക, നമ്മെ സൃഷ്ടിച്ചവനിലേക്ക് ഏൽപ്പിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അവൻ നമുക്കായി നൽകിയിട്ടുള്ള മികച്ച പല കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ കാണാതെ പോവുകയാണ്, ഇമോഷണലി നമ്മൾ കാണാതെ പോവുകയാണ്. നമ്മൾ ആ ഒരു സങ്കടത്തിന്റെ ഇതിൽ ഇരുന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് അറിയുകയോ ചെയ്യുകയോ ചെയ്യാതെ, ചിന്തിക്കുകയോ ചെയ്യാതെ ഒരു വാക്കില് ആ വാക്കിന്റെ ആഴത്തിലേക്ക് മാത്രം നമ്മൾ ഇറങ്ങി പോകുന്നുണ്ട്. ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ സ്വരുക്കൂട്ടി ആ വേദന അല്ലെങ്കിൽ ആ ഒരു പ്രയാസത്തെ അല്ലെങ്കിൽ ആ ദേഷ്യത്തെ നമ്മുടെ ഉള്ളിൽ സ്വരുക്കൂട്ടി വെച്ച് അതിലേക്ക് എത്രത്തോളം പിക്ചറുകൾ, അതായത് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഇടണോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തയ്ക്കകത്തേക്ക് നമ്മൾ എന്തൊക്കെ ചേർത്ത് കൊടുക്കണോ, അതിന് എരിവും പുളിയും വേണോ അതൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ആ ഒരു ഇത്തിരി പോകുന്ന ഒരു ചിത്രത്തെ നമ്മൾ എന്ത് ചെയ്യും, ഇത്രയും വലിയൊരു ചിത്രമാക്കി മാറ്റും. എന്നിട്ട് എന്താ ചെയ്യണേ, അത് നമ്മുടെ ശരീരം മുഴുവനും വന്നിട്ട് കൊണ്ടടക്കുക മീൻസ് നമ്മള് മെഡിറ്റേഷനിൽ പറഞ്ഞതുപോലെ ഒന്ന് ശ്വസിക്കുമ്പം ആ ശ്വാസം എവിടേക്കൊക്കെ എത്തുന്നു നാം അറിയാത്തതുപോലെ ആ ശ്വാസം നമ്മുടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ എടുക്കുന്ന ഓരോ ഇമോഷനും നമ്മുടെ ഉള്ളില് നമ്മുടെ ഓരോ സെല്ലുകളിലേക്ക് എത്തിപ്പെടുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പ്രഗ്നൻസി പീരിയഡ്സിൽ നമ്മൾ എന്തുമാത്രം തോട്ട്സുകൾ കൊണ്ടു നടന്നിട്ടുണ്ടാവും. ആ തോട്ട്സിനെ നമ്മൾ എത്രത്തോളം നമ്മുടെ മക്കളിലേക്ക് കൊടുത്തിട്ടുണ്ടാവും. കാരണം ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന എല്ലാം ചേർത്താണ് അവരുടെ വളർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായിരിക്കും അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, അത് നമ്മുടെ സങ്കടകരമായ ഇമോഷൻസ്, ദേഷ്യമുള്ള ഇമോഷൻസ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്ത് കാര്യങ്ങളാണോ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെയും അവരിലേക്ക് എത്തിപ്പെടും. ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട്, ഒരാളെ പ്രഗ്നന്റ് ആയിട്ടിരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് വായിക്കുമായിരുന്നു. ആ വായന എൻ്റെ മൂത്ത മോളിൽ ഇപ്പോഴും നന്നായിട്ടുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ ഇരുന്ന് വായിക്കും. അപ്പൊ ഞാന് ഒരു കാര്യം ശ്രദ്ധിക്കാതെ ഇരുന്ന് വായിക്കുമ്പോഴത്തേക്ക് ഞാൻ ദേഷ്യപ്പെടാൻ വേണ്ടി പോകുമ്പോൾ പെട്ടെന്ന് എൻ്റെ തലയിൽ ഇങ്ങനൊരു വെട്ടം വീഴുന്നത് പോലെ വരും. നീ എന്താണെന്ന് ചെയ്തോണ്ടിരുന്നത്, നിനക്ക് വായിക്കണം തോന്നിയാൽ നീ അവിടെ ഇരുന്ന് ഇങ്ങനെ ഫുൾ അതൊന്ന് വായിച്ച് തീരാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകത്തുണ്ടായിരുന്നില്ലല്ലോ, പിന്നെ നിനക്ക് ഇപ്പൊ അവളെ വഴക്ക് പറയാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അത് ഇതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ പല കാര്യങ്ങളിലൂടെ നമ്മൾ ലിമിറ്റേഷൻസ് വെച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ്.
അത് ശരിയാണ്. അവരുടെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇല്ല എന്നല്ല. പക്ഷെ ആ മാറ്റങ്ങൾ വരാൻ കാരണക്കാരായത് നമ്മൾ തന്നെയാണല്ലോ. അപ്പോ അതേ മാറ്റങ്ങൾ നമ്മളിലും ഉണ്ടാവും. നമ്മളിലും വരുത്താൻ സാധിക്കും. ഇപ്പോഴത്തെ ജനറേഷനിൽ ഇവർ ഇങ്ങനെയൊക്കെ ആണെന്ന് അറിയുമ്പോൾ നമ്മൾ അതിനെ വേദനയോടുകൂടി ബുദ്ധിമുട്ടോടുകൂടി നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അത് അങ്ങനെ തന്നെ നമ്മളെ കൂടുതൽ നമ്മളെ ഒന്ന് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ ഈ ഒരു ജനറേഷനിൽ അവർ വളരേണ്ടതാണ്. അവരറിയേണ്ട അറിവുകളാണ് അതെന്ന് നമ്മൾ തിരിച്ചറിയുകയും വേണ്ടുന്ന കാര്യങ്ങൾക്ക് നമ്മുടേതായ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് അവരെ ചേർത്ത് നിർത്താൻ പറ്റും. സാധാരണ എല്ലാ വീടുകളിലും എന്താ സംഭവിക്കുക? മക്കളിൽ വരുന്ന ഓരോ മാറ്റത്തിനും ഷൗട്ട് ചെയ്ത് എന്തുണ്ടാക്കും? അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് അങ്ങനെയല്ലേ, ഇതിങ്ങനല്ലേ. ഇതൊക്കെ തന്നെയും എല്ലാ വീടുകളിലും, ഈവൻ എൻ്റെ വീടുകളിലും അതൊക്കെ തന്നെയായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക? നമ്മള് ആ, സ്നേഹമായിട്ടുള്ളൊരു ഇതിലേക്കല്ലല്ലോ നമ്മൾ അപ്പൊ എത്തിപ്പെടുക. അപ്പൊ നമ്മൾ എപ്പോഴും എന്താണ്, ഒരു കർക്കശക്കാരനെ പോലെ, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിനും സമ്മതിക്കാത്ത ഒരു പേരന്റിനെ പോലെ നമ്മുടെ ഉള്ളിൽ ആ ഒരു അവരുടെ ഉള്ളിൽ ആ ഒരു ഫിഗർ കയറി വരുന്നത് അങ്ങനെയാണ്. നമ്മൾ എങ്ങനെയാണ് വളർന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ഉമ്മയും വാപ്പയും എല്ലാത്തിനും നിർദ്ദേശങ്ങൾ നൽകി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണമെങ്കിൽ പോലും ചോദിക്കേണ്ട ഒരു അവസ്ഥയുള്ള വീടുകളുണ്ടായിരുന്നു. ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ പോലും ചോദിക്കേണ്ട അവസ്ഥയുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതേ നിലയിൽ തന്നെ ഇപ്പോഴും നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും? നമ്മളും അവരോട് അങ്ങനെ തന്നെ പെരുമാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മളിൽ കിട്ടിയതാണോ? അല്ലാലോ. നമ്മള് ഒരിക്കലും എൻ്റെ ഉമ്മാന്റെ ഇന്ന സ്വഭാവങ്ങളൊക്കെ എനിക്ക് വേണം, അല്ലെ എൻ്റെ വാപ്പാന്റെ ഇന്ന സ്വഭാവങ്ങളൊക്കെ എനിക്ക് വേണം എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. പക്ഷെ അതറിയാതെ നമ്മുടെ ഉള്ളിൽ കയറി വരുന്നില്ലേ? പലപ്പോഴും നമ്മുടെ സംസാരത്തില് നമ്മുടെ പ്രവൃത്തിയില് പലരും പറയുമായിരിക്കും, ആ അയ്യ ഉമ്മാനെ പോലെ തന്നെയാണല്ലോ നിന്റെ പ്രവൃത്തിയൊക്കെ, നിന്റെ സംസാരം അങ്ങനെയാണല്ലോ. അങ്ങനെയും ഓരോന്ന് കേൾക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ കേറി കൂടിയിട്ടുണ്ട്. നല്ലവണ്ണം നമ്മൾ പോലും അറിയാതെ നമ്മൾ അവരെ മിറർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതേ സെയിം സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ അറിയേണ്ടത് ഇവിടെ, നമ്മളെ മാറ്റാൻ, നമ്മളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം? നമ്മളിൽ കേറി കൂടിയിട്ടുള്ള നമ്മുടേതല്ലാത്ത എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിനൊക്കെ അങ്ങോട്ട് വിട്ടുകളയാം. നമ്മുടേതല്ലാത്തത് എന്തൊക്കെ ഉണ്ടാവും നമുക്കറിയാൻ പറ്റുമല്ലോ. നമ്മുടെ ചിന്തകളല്ലാത്തത് എന്തൊക്കെ നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റും. നമ്മുടേതല്ലാത്ത സ്കില്ലുകൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ, ഇഷ്ടം ഉണ്ടായിട്ടും ഇഷ്ടമില്ലാഞ്ഞിട്ടും ചെയ്യുന്ന പല കാര്യങ്ങളുണ്ടാവും. ഇഷ്ടം ഉണ്ടായിട്ട് ചെയ്യുമ്പോൾ അതിനെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നുണ്ടാവും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് എന്താക്കും? അത് അത് വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യും? ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളതാണ്. അപ്പൊ അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അവഗണിക്കുക ചെയ്യണത്. എന്നിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവരുടെ കയ്യിൽ നിന്ന് എനിക്ക് ആ ഒരു എന്താ പറയാ കെയർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ പ്രയോറിറ്റി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായൊരു തിരിച്ചറിവ് പോലെയും അത് തന്നെയാണ്. ഞാന് എപ്പോ എന്നെ മനസ്സിലാക്കാണ്ട് അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാണ്ട് വരുന്നുണ്ടോ, ആ സമയത്ത് മറ്റുള്ളവർക്ക് നമ്മെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അവരിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഞാൻ എനിക്ക് നൽകിയെങ്കിൽ മാത്രമാണ് അവരിൽ നിന്ന് എനിക്കത് കിട്ടുള്ളൂ. അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോ ഈ ഒരു നിമിഷത്തിലൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളില് അടിച്ചേൽപ്പിക്കപ്പെട്ടതുപോലെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ട് നടക്കുന്ന കുറച്ച് ബിലീവ് സിസ്റ്റം ഉണ്ട്. ഇങ്ങനെ പാടുള്ളൂ, ഇങ്ങനെ ചെയ്താലേ ശരിയാവുള്ളൂ എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടുപോയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് എഴുതി നോക്കിക്കേ. ഒരു 5-6 ഒന്ന് എഴുതി നോക്കി. ഇതിങ്ങനെയൊക്കെ ആണെങ്കിലേ ശരിയാവുള്ളൂ, അതാണ് അതിന്റെ ശരി. അതായത് ഞാൻ പിടിച്ച മുയലിന് രണ്ട് ചെവി. ആ അതേപോലെ ചിന്തിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങൾ ഒന്ന് എഴുതി വെച്ച് നോക്കിക്കേ.
അത് നമ്മളെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. എന്താ വെച്ചാല് അതിൽ നിന്നൊന്ന് നമുക്കൊന്ന് ലീവ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമാണ് എന്താക്കാൻ പറ്റുള്ളൂ, നമ്മളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് എൻ്റെ അകത്തിരുന്ന ഒരാൾ പറയും, ആ ഇതിങ്ങനെ ഇങ്ങനെയല്ല കേട്ടോ, ഇവിടെ ഇങ്ങനെയാണ് പതിഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയാണ്, ഇതിങ്ങനെ ചെയ്താൽ ശരിയാവില്ല, അങ്ങനെ തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ അകത്തിരിക്കുന്ന ആൾ എന്തായിരിക്കും പറയാ, പറ്റില്ല പറ്റില്ല, ഇത് ഇങ്ങനെയാണ് കാലങ്ങളായിട്ട് ചെയ്തു വരും, ഇങ്ങനെ തന്നെ വേണം എന്നുള്ളത് നമ്മളോട് പറയും. പക്ഷെ നമ്മൾ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ട് അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴാണോ റെഡി ആവുന്നത് അപ്പൊ തൊട്ട് അതിൽ മാറ്റം വരികയും ചെയ്യും. പക്ഷെ കൂടെ കൂടെ നമ്മളുടെ അടുത്തേക്ക് വന്നത് ഇങ്ങനെ നമ്മളിങ്ങനെ എന്താ പറയാ നോടിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. പക്ഷെ നമ്മൾ അവെയർ ആവേണ്ടത് ആ പാത്ത് അല്ല, ഈ ഒരു പാത്തിലൂടെയാണ് നമുക്ക് പോവേണ്ടത്. മനുഷ്യർക്ക് മാത്രമാണ് എന്തുള്ളത്, ചോയ്സ് നൽകിയിട്ടുള്ളത്, തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ് നൽകിയിട്ടുള്ളത്. അങ്ങനെ തന്നെ അല്ലേ? മറ്റെല്ലാ ജീവികൾക്കും അവര് എങ്ങനെയാണോ ആയി വരുന്നത് അതിൽ ജീവിച്ച് വളർന്ന് ഇതായി മാറുക എന്നുള്ളതല്ലാണ്ട് വേറെ യാതൊരു പരിണാമത്തിലേക്കും പോകുന്നില്ല. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ച് അവൻ എന്തു വേണോ അത് തെരഞ്ഞെടുക്കാനുള്ള ആ ഒരു കഴിവ് നൽകിയിട്ടുണ്ട്. അതിനു വേണ്ട എല്ലാ ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. നല്ലത് വേണോ നീ തെരഞ്ഞെടുത്തോ, അതിന്റെ എല്ലാ കാര്യങ്ങളും നീ അറിഞ്ഞുകൊണ്ട് തന്നെ നീ തെരഞ്ഞെടുക്ക്. അതിൽ ചീത്തയാണോ അതിന്റെയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് നീ അതിനെ തിരഞ്ഞെടുക്ക്. അപ്പൊ ഇതിൽ എന്ത് വേണം എന്നുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ ഞാനിവിടെ എന്നെ വളർത്തണോ തളർത്തണോ എന്നൊന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മളെ തിരഞ്ഞെടുക്കാൻ പറ്റും. ആ തിരഞ്ഞെടുക്കൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്രിയേറ്ററിനെ, നമ്മുടെ സൃഷ്ടാവിനെ നമ്മൾ തിരഞ്ഞെടുക്കുകയും നമ്മുടെ ഉള്ളിൽ അതിനെ വീണ്ടും പതിപ്പിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവനിലേക്കുള്ള പാത്തിനെ ക്ലിയർ ആക്കാനും ആ ഒരു സന്തോഷത്തെ നിലനിർത്താനും കൺസിസ്റ്റന്റ് ആയിട്ട് മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതിക്കേ, നമ്മളിലെ ആ ഒരു ബിലീവ് സിസ്റ്റത്തെ. ഇപ്പം എൻ്റെ കൂടെ മെന്ററിങ്ങിൽ ഉള്ളവരെ കൊണ്ട് ഞാൻ എഴുതിപ്പിക്കുന്ന കാര്യമാണിത്. ബിലീവ് സിസ്റ്റം എന്തൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് അതിനെക്കുറിച്ച് ഒന്ന് എഴുതാൻ പറയാറുണ്ട്. കാരണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും, അപ്പൊ ഇന്ന് ക്ലാസ് എടുക്കാൻ നേരത്ത് ഇതിങ്ങനെ എടുത്താൽ പറ്റത്തില്ല എന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച പോലെ അല്ലല്ലോ എന്നുള്ളൊരു തോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഒരു പിടുത്തം വരും. ഇങ്ങനെ അല്ലല്ലോ വേണ്ടതെന്നുള്ളൊരു പിടുത്തം വരും. ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ നിരുപാധികം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലേക്കും നമ്മളെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ കഴിഞ്ഞ ഇടയ്ക്കുള്ള എനിക്കുണ്ടായ ഒരു അനുഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളുടെ ചിന്തകള് നമ്മളെ പല തലങ്ങളിലേക്ക് എത്തിക്കും. അത് 3Dയും 4Dയും 5Dയും അതിൻ്റെയും താഴത്തേക്ക് വരെ നമ്മളെ എത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ ആ ചിന്തകളെ ഒന്ന് നമുക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ, എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് നിങ്ങളുടെ ചിന്തകള് എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് തന്നെ നമ്മൾ പോകും എന്നുള്ളത്. പക്ഷെ ഇവിടെ ഒന്ന് അറിയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, 3D ലെവലിൽ നമുക്ക് നിൽക്കുമ്പോൾ നമുക്ക് എന്താണ് അതില് കുറവുകളും കാര്യങ്ങളും ഒക്കെയും നമ്മൾ കാണും. പക്ഷെ അതോടൊപ്പം നമ്മൾ സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടാവും, നമുക്ക് കിട്ടിയതിന് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടാവും. ആ സന്തോഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്തായിരിക്കും ചെയ്യണത്, സങ്കടപ്പെടുകയും പരാതിപ്പെടുകയാണ് ചെയ്യുക. പക്ഷെ അതിൽ നിന്നും കുറച്ചും കൂടെ ഒന്ന് മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ പരാതികൾ കുറഞ്ഞു വരുന്നതും പരിഭവങ്ങൾ കുറഞ്ഞു വരുന്നതും നമ്മളിലേക്ക് ഒരു അലൈൻമെന്റ് എത്തുന്നതും മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മളിൽ എത്തുന്ന ഓരോ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും നമ്മൾ കുറ്റപ്പെടുത്താതെ ഇറ്റ്സ് ഓക്കെ പറയാൻ, അതായത് എവറിഥിങ് ഹാപ്പൻ ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്ന് പറഞ്ഞിട്ട് അത് ഇറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ എത്തും. അവിടെ എങ്ങനെയാണ് നമ്മൾ എത്തുന്നത്,
നമുക്ക് നമ്മളെ മനസ്സിലായി എൻ്റെ ഉള്ളിലൂടെ നടന്ന ക്രിയേഷനിലൂടെയാണ് ഈ ഓരോ സംഭവത്തിന്റെയും ഓരോ തുമ്പുകൾ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ എന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ ഒരു 4D ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റുക എന്നുള്ളത്. അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ പരാതികൾ കുറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, ഡിവൈൻ കണക്ഷൻ, അത് കുറച്ചും കൂടെ ഇൻ ഡെപ്തിലേക്ക് പോവുകയും അവൻ അറിയാണ്ട് എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല, എന്നെ സൃഷ്ടിച്ചവൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയും ആദ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടാണ് അത് പുറമേ സംഭവിക്കുന്നത് എന്ന ആ ഒരു മനസ്സിലാക്കലും കൂടി വരുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ പൊസിഷനിങ് ചെയ്യാൻ പറ്റുക. അപ്പൊ അവിടെ എന്ത് ചെയ്യും, നമ്മൾ ആ പരാതി പറയൽ നമ്മൾ എന്ത് ചെയ്യും, കുറയ്ക്കുന്നുണ്ടാവും. കാരണം പരാതി ദാരിദ്ര്യവും, ബാക്കി എന്താണ്, ഗ്രാറ്റിറ്റ്യൂഡ് സമ്പത്തുമാണെന്നുള്ളതാണ്. അപ്പോൾ പരാതി പറയും തോറും നമ്മൾ ഇങ്ങനെ ഒരു തുലാസ് വെച്ചിട്ടുണ്ടെങ്കിലും ആ പരാതി പറയും തോറും പരാതിയുടെ ഇത് ഇവിടെ തന്നെ നിൽക്കും, ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ സംഭവം ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ പരാതി കുറയുമ്പം ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ലെവൽ എന്ത് ചെയ്യും, കൂടിക്കൊണ്ടേയിരിക്കും. ആ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ലെവൽ കൂടുന്നതനുസരിച്ച് നമ്മളിലെ സോൾ കണക്ഷൻ, ഡിവൈൻ കണക്ഷൻ നമ്മളിൽ കൂടിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഉള്ളില് നമ്മൾ കൊണ്ട് നടക്കുന്ന ഫാമിലി എന്നത് കൊണ്ട് നമ്മൾ കൊണ്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഫാമിലിയുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എല്ലായിടത്തും സംഭവിക്കുന്നതല്ലേ ആ വഴക്കും പിണക്കും. നമ്മളും കേട്ടിട്ടുണ്ടല്ലേ, ചട്ടിയും കലല്ലേ തട്ടിയും മുട്ടിയൊക്കെ നിൽക്കുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു കുടുംബമായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതാണെന്നുള്ള നമ്മുടെ ഒരു ധാരണയുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഓരോന്ന് വരുമ്പോഴും അവര് ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ രണ്ടെണ്ണം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തീർന്നു എന്ന പോലെ ഇത് എല്ലായിടത്തും ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കോമൺ ആക്കി വിടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ എല്ലാവരെയും പോലെ കുറച്ച് സന്തോഷവും കൂടുതൽ സങ്കടവുമായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയാൽ മതി. അപ്പൊ അവിടെ ആരാ തീരുമാനിച്ചിട്ടുള്ളത്, നമ്മളാ തീരുമാനിച്ചിട്ടുള്ളത് എല്ലാരെയും പോലെ ജീവിച്ചാൽ മതി എന്നുള്ളത്. വ്യത്യസ്തമാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തത വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ടുന്ന ഗ്രാറ്റിറ്റ്യൂഡ് എത്രത്തോളം മികച്ചതാക്കുകയും ആ പരാതിനെ കുറയ്ക്കുകയും ഗ്രാറ്റിറ്റ്യൂഡ് മികച്ചതാക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ജീവിതം മറ്റുള്ളവരെ പോലെ അല്ല, അത് നന്മ നിറഞ്ഞതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോ ആ കണ്ണുകളിലൂടെ കാണുന്ന ഓരോ കാഴ്ചയും നമുക്ക് സന്തോഷം നൽകുന്നതും നന്ദി പറയാൻ പറ്റുന്നതുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിലോ എന്തായിരിക്കും, നമ്മൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആ പുകയുന്ന മനസ്സുമായിട്ട് കാണുന്ന കാഴ്ചകളെല്ലാം കാണുന്നവരിലെല്ലാം ഇങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മൾ നമ്മളോടൊരു സമാധാനത്തിൽ പറയും, എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാ സംഭവം, ഇങ്ങനെയൊക്കെയാ പോട്ടെ എന്ന് പറയും. പക്ഷെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ വീട് എത്രത്തോളം സ്വർഗതുല്യമാക്കണം എന്നുള്ളത്. നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് തീരുമാനിക്കുക എന്നുള്ളത്. ഇന്നിപ്പം ആ ഒരു വിഷ്വല് ചെയ്തപ്പം, മെഡിറ്റേഷനിൽ ആ വിഷ്വല് ചെയ്തപ്പം എത്ര പേർക്ക് ആ ഒരു ഇതിനെ ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ഒന്ന് മെസ്സേജിൽ വന്നിട്ടെ, ഓ ചാറ്റ് ബോക്സിൽ വന്നിട്ടെ. വല്ലാത്തന്നെ. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയല്ലേ, അല്ലേ? അപ്പോ നമ്മൾക്ക് ആ ഒരു പിക്ചറിനെ സന്തോഷത്തോടു കൂടി കാണാൻ പറ്റിയെങ്കിൽ മാത്രമല്ലേ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ. സാധാരണ എപ്പോഴും നമ്മൾ എന്ത് പിക്ചറാണ് കണ്ടുകൊണ്ടിരിക്കുക, ആള് വന്നാൽ എന്തായിരിക്കും പറയാ, ഇന്ന് മക്കള് വന്നിട്ട് സ്വൈര്യക്കേടായിരിക്കും, അതുങ്ങൾ അത് തട്ടി ഇത് തട്ടി അത് ചെയ്ത് ഇത് ചെയ്ത് എനിക്ക് ഒരു സമയം കിട്ടത്തില്ല. ഇങ്ങനെയുള്ള പല ചിന്തകളല്ലേ നമ്മുടെ കൂടെ പോണത്. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ അങ്ങനെ തന്നെ പോകുമ്പോഴത്തേക്ക് അതിന്റെ എനർജി അല്ലേ നമ്മൾ വലയം ചെയ്ത് കൊണ്ടിരിക്കുള്ളൂ. ആ സ്ഥാനത്ത് നമ്മൾ മെഡിറ്റേഷനിൽ വിഷ്വൽ ചെയ്തതുപോലെ ഒരു കാര്യത്തെ നമ്മൾ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. എല്ലാവരും ഒരുമിച്ചിരുന്ന് വട്ടം കൂടിയിരുന്ന് സംസാരിക്കണം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്ന് പോലും നമുക്ക് സംശയമുണ്ടല്ലേ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പൊ എല്ലാവരും ഫോണ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തർ അവരവരുടെ റൂമിൽ പോയിട്ട് അതിൽ കാണുന്നതാണ് സന്തോഷം, അതാണ് സന്തോഷം. പക്ഷെ അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് കേട്ടോ. നമ്മള് അതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു കുത്തലോ അല്ലെ ഒരു വേദനയോ ഉണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഒരു വിഷമം, തനിച്ചാക്കപ്പെട്ടു പോയാലോ, ആരും ഇല്ല എന്നുള്ളൊരു തോന്നല്. അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാനിവിടെ മക്കളിങ്ങനെ ഫോണിൽ നോക്കി ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അവർക്ക് തന്നെ ഓരോ കാര്യങ്ങൾക്ക് ദേഷ്യം വരുമ്പം ഞാൻ പഠിച്ചത് അല്ലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആ ഇരിക്കുന്ന ഇരിപ്പില് ആ ഫോണിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമ്മൾ ഏതോ ഒരു മായിക ലോകത്തിലൂടെയാണ് പോണത്. അങ്ങനെ പോയിട്ട് പിന്നെ തിരിച്ച് ഗ്രൗണ്ടഡ് ആകുമ്പോഴത്തേക്ക്, ഭൂമിയിലേക്ക് ഇങ്ങ് ഇറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് ഒന്നും ഇല്ല എന്നുള്ളൊരവസ്ഥ. അപ്പൊ ആരും ഇല്ല. അപ്പൊ എന്താ, ശരിയല്ലേ? അപ്പൊ നമ്മൾ അറിയേണ്ടത്, നമ്മൾക്ക് ആ ഒരു എന്താ പറയാ, ഒറ്റപ്പെടലിനേക്കാളേറെ നമുക്ക് വേണ്ടത് ഒന്ന് സംസാരിക്കുമ്പോ, ഒന്ന് ചിരിക്കുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അത് എപ്പോഴും നിലനിർത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ മതി. ഒന്ന് ചായ കുടിക്കുന്ന നേരത്തായിക്കോട്ടെ, ഒന്ന് ഫുഡ് കഴിക്കുന്ന നേരത്തായിക്കോട്ടെ, നമ്മൾ നിർബന്ധമായിട്ടും നമ്മൾ ഫോൺ മാറ്റി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് എല്ലാരും കൂടി ഇരുന്നിട്ട് ആ ഫോൺ എന്നത് മാറ്റി വെച്ച് നമ്മുടേതായ ഒരു ആ ഒരു ടേബിൾ ഒന്ന് മനസ്സിൽ കണ്ട് അവിടെ എല്ലാവരും ചുറ്റും കൂടി ഇരുന്ന് ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കുന്ന ഓർത്ത് നോക്കിക്കേ, അത് എത്ര സന്തോഷകരമായിരിക്കും. ഇല്ലെങ്കിലോ, എല്ലാ വീടുകളിലും ഉള്ള ഒരു സംഭവമാണ് ആ ഫോൺ എടുത്ത് ഇങ്ങനെ കയ്യിലുണ്ടാവും, ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇവിടെ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ എന്താണോ ഉള്ളത്, ഫോണാണ് കണ്ടുകൊണ്ടിരുന്നത് നമ്മൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ അതിൽ കാണുന്നതിന്റെ ഇമോഷൻസ് ആണ് നമ്മളിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അത് ചിലപ്പം വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, സങ്കടമുള്ളതായിരിക്കാം, സന്തോഷകരമായിരിക്കാം, എന്തും ആയിക്കോട്ടെ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് ആ ഒരു പിക്ചറും കാര്യങ്ങളും ആകുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് യാന്ത്രികമായിട്ട് നമ്മൾ കഴിച്ചു പോവുകയാണ്. അതിന്റെ രുചി അറിയാൻ പറ്റുന്നുണ്ടാവില്ല, എന്തൊക്കെ സാധനങ്ങളാണെന്ന് അറിയാൻ പറ്റുന്നുണ്ടാവില്ല, അത് നല്ലതാണെന്നൊരു വാക്ക് പറയാൻ പോലും നമ്മൾ എന്തുണ്ടാവില്ല, നമുക്ക് ഇങ്ങനെയാണോ, നല്ലതായിരുന്നു കേട്ടോ, കുഴപ്പമില്ല, ആ കുഴപ്പമില്ലായിരിക്കേ നമ്മുടെ ഉള്ളിൽ വരുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ബാക്കി സിസ്റ്റം ഒക്കെ വേറെ വർക്കിലാണ്, ആ ഫോണിനകത്ത് നടന്നതിന്റെ അകത്തെ വർക്കിലാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഇന്നു മുതൽ നിങ്ങൾ തീരുമാനം എടുക്കുക. ഞാൻ സഹിതമുള്ളത്, ഞാൻ കുറെ കാലമായിട്ട് തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യാറേ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലായി മൈൻഡ്ഫുൾനെസ്സോട് കൂടി നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ആ വെള്ളത്തിന് ഉണ്ടാകുന്ന മാറ്റം, അല്ലെ ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന്, നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് എന്തുമായിക്കോട്ടെ, ആ കഴിക്കുന്ന ഫുഡ് അറിഞ്ഞുകൊണ്ടൊന്ന് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി അതിനെ എത്രത്തോളം സെറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ആരും എന്താവത്തില്ല, ആ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന് ഫുഡ് കഴിക്കില്ല. കാരണം ഹെൽത്ത് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? ഈ ആരോഗ്യം എന്നുള്ള ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ, ഫിസിക്കലി നമ്മൾ നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഫാമിലി ഉണ്ടാവില്ല, മറ്റാരും തന്നെ ഉണ്ടാവില്ല, പണം ഉണ്ടാവില്ല, ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിലേക്ക് നമ്മുടെ എന്താ പറയാ ശ്രദ്ധ കൊണ്ടുപോകണമെങ്കിൽ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ നമ്മുടേതായ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിക്കുക, എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ ഫുഡ് കഴിച്ചു നോക്കുക. അത് നമ്മുടെ ഫാമിലിയിൽ വരുത്തേണ്ട ഒരു മാറ്റമാണ്. അതേപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒരുമിച്ചിരുന്ന് ഒരാഴ്ചത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യങ്ങൾ എല്ലാം ഉള്ളവരായിക്കോട്ടെ, ഹസ്ബൻഡും വൈഫും മാത്രമേ ഉള്ളൂ, രണ്ടാളും ഇരുന്നൊന്ന് സംസാരിച്ചു നോക്ക്. മനസ്സ് തുറന്ന് സംസാരിക്കാത്തതാണ് എല്ലായിടത്തും ഉള്ള ഇഷ്യൂസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളെ പറയാനും അവർക്ക് അവരുടെ ഇഷ്ടങ്ങളെ പറയാനും അതിനെ അക്സെപ്റ്റ് ചെയ്ത് പോകാനും സാധിക്കുമ്പോഴാണ് അവിടെ എന്തുള്ളത്, ആ ഫാമിലി എന്നുള്ളത്. ഇവിടെ ഉമ്മയും വാപ്പയും ഒരേ ചിന്താഗതിയിലേക്ക് വരുന്ന വീടുകളിലെല്ലാം നല്ല സന്തോഷകരമായ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. അവിടെ മക്കൾക്ക് ഉയർച്ചയുണ്ടാവും, അവർക്ക് തന്നെ അവരുടെ ആരോഗ്യത്തിന് നല്ല ഉയർച്ചയുണ്ടാവും, അവർക്ക് സമ്പത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലേക്കും എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ, ഇപ്പോൾ ഇതിലിപ്പോൾ കൂടുതലും മക്കൾ വലിയ ആൾക്കാരായവരായിരിക്കും, അല്ലാത്തവരുള്ളവർ ഇപ്പൊ എൻ്റെ ഒരു ഏജിലുള്ളവർ ഉണ്ട് ഇതിൽ. അപ്പൊ അവരൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മള് നമുക്കുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കൾ അറിയുന്നില്ല പലപ്പോഴും. അത് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എൻ്റെ സാമ്പത്തിക അവസ്ഥ എന്താണെന്ന് എൻ്റെ മക്കൾ അറിഞ്ഞെങ്കിൽ മാത്രമാണ് അവർക്ക് നമ്മളോടൊപ്പം നിന്ന് പോകാൻ പറ്റുള്ളൂ. അപ്പൊ പലപ്പോഴും നമ്മൾ സ്ട്രെസ് ആകുന്നത് എപ്പോഴാണ്, നമ്മുടെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ സ്ട്രെസ് ആവും. പക്ഷെ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ മക്കളോടും ഹസ്ബൻഡിനോടും എല്ലാം ചേർന്നാണ് നിന്ന് പോകുന്നതെങ്കിൽ ആ ഒരു സ്ട്രെസ് എന്നുള്ളത് നന്നായിട്ട് എന്ത് ചെയ്യും, ലെവലപ്പ് ചെയ്യാൻ പറ്റും
എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും നമ്മൾ അറിയേണ്ടത്, നമ്മൾ ഒരുമിച്ചിരുന്ന് ഒന്ന് കൂടിയിട്ട് ഈ ആഴ്ചത്തത് അല്ലെങ്കിൽ ഈ മാസത്തിൽ ഒന്നെങ്കിലും അറ്റ്ലീസ്റ്റ്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒന്നെങ്കിലും ഒരുമിച്ചിരുന്നിട്ട് മക്കളോട് ഇന്നിന്ന കാര്യങ്ങളുണ്ട്, ഇങ്ങനെ ഇത്രത്തോളം ക്യാഷിന്റെ കാര്യങ്ങളുണ്ട്, നമുക്ക് ഇന്നതൊക്കെ ചെയ്യാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ഈ വീക്കിലുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഒന്ന് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ആ ഫാമിലീനെ ഒന്ന് ചേർത്ത് നിർത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ കൂടുതലും വിസ്ഡം എന്നതിലപ്പുറം ഇപ്പൊ പ്രാക്ടിക്കലി നമ്മുടെ കുടുംബത്തിലെല്ലാം സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ തന്നെ നമുക്ക് മക്കൾ വന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിന് ചോദിക്കുമ്പം, ആ നിനക്ക് ഇതൊക്കെ ചോദിച്ചാൽ മതിയാകും, എനിക്കല്ലേ അറിയുള്ളൂ എന്ന് പറയും. അതെന്തുകൊണ്ടാണ്? നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെയും അവരോട് പറയാതെയും ഇരിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യും? മക്കൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ മക്കളും ഒന്നും പറയാതാവും. അപ്പൊ നമുക്കൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അന്നേരമാണ് നമ്മൾ ശരിക്കും ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക്, വിഷമത്തിലേക്ക് എന്നുള്ള രീതിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത്, ഈ ഒരു വീക്കില് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ആയിരുന്നു എന്നൊന്ന് തിരിച്ചറിയുക. അതായത് നമ്മുടെ ഫാമിലിയുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു എന്നൊന്ന് തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തിക്കൊണ്ട് ഒന്ന് എഴുതുക. ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു, ഞാൻ എൻ്റെ മക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു, ഞാൻ എൻ്റെ റിലേറ്റീവ്സുമായിട്ടുള്ള, ഞാൻ എന്നെ അവിടെ എവിടെയെങ്കിലും വെച്ച് ഞാൻ എന്നെ മറന്നു കളഞ്ഞിട്ടുണ്ടോ, ഞാൻ എനിക്കായിട്ട് ഇരുന്നിട്ടുണ്ടോ, എനിക്കായിട്ട് ജീവിച്ചിട്ടുണ്ടോ, അതോ അവരെ ഞാൻ എൻ്റെ കാര്യങ്ങൾ അല്ലെ എന്നെ പൂർണ്ണമായിട്ടും അവരെയാണോ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഒരു പാത്തിലൂടെ വന്നിട്ട്, അതായത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എഴുതി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിന് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫൊർഗീവ് ചെയ്യാൻ ഈസി ആയിട്ട് ഓപ്പൺ അപ്പ് ചെയ്താൽ മതിയാവും. ഇന്ന കാര്യത്തിന് മനസ്സിലൊരു ഇന്റൻഷൻ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ഇറ്റ്സ് ഓക്കെ, ഐ ലവ് മൈസെൽഫ്, ഐ ഫോർഗീവ് മൈസെൽഫ്, ഐ അക്സെപ്റ്റ് മൈസെൽഫ്. ഓപ്പൺ അപ്പിലേക്ക് വരുമ്പോൾ എന്തായിരിക്കും? ഐ എം സോറി, പ്ലീസ് ഫോർഗീവ് മീ, ഐ ലവ് യു, ഐ താങ്ക് യു. അപ്പൊ എന്ത് ചെയ്യുക, ഇതൊന്ന് നന്നായിട്ട് ഈ ഒരു വീക്കിൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഞാൻ പരമാവധി ഓരോ വീക്കിലും നിങ്ങൾക്ക് ഓരോ ടാസ്കുകൾ തരാറുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോ ഇന്ന് 20ാമത്തെ മാജിക്കൽ ടോക്കാണ്. ഇതിനിടയ്ക്ക് ഒന്ന് രണ്ടെണ്ണം മിസ്സായിട്ടുണ്ട്, എന്നാൽ പോലും 20ാമത്തെ മാജിക് ടോക്കാണിത്. അപ്പൊ ഇതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഓരോ തവണയും ചെയ്യുന്ന ഒരു വർക്കുകൾ നമ്മളിൽ വരുത്തുന്ന ട്രാൻസ്ഫോർമേഷൻ എന്തോരെയാണെന്നുള്ളത് ഒരുമിച്ചിരിക്കുമ്പം ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓരോ വീക്കിലും തരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോയാൽ നിങ്ങളുടെ ലൈഫിൽ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ അത്രത്തോളം മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീക്ക് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കായിട്ട്, നിങ്ങൾക്കായി നിങ്ങളുടെ ഫാമിലിക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളിൽ നിന്നും വന്നതിനെ നമ്മൾ തിരിച്ചറിയുകയും അതിലൂടെ എന്ത് ചെയ്യുക, തിരുത്താനുള്ളതൊക്കെ തിരുത്തുകയും, നമ്മൾ എവിടെയാണോ നമുക്ക് കുറവ് സംഭവിച്ചത്, ഗ്രാറ്റിറ്റ്യൂഡാണോ അവിടെ നമ്മൾ കൂട്ടിക്കൊടുക്കുക, അത് പരാതിയാണോ കൂടുതൽ വന്ന് അതിനെ കുറച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫാമിലി എന്നുള്ളത് നമ്മളോട് ചേർത്ത് നിർത്തി സന്തോഷകരമായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളത്. അപ്പൊ എന്തായാലും സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോൾ ഞാൻ ഇതിനു മുമ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോച്ച് എന്നായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ ഈവൻ എന്നിൽ ഒരു ഫാമിലി പേഴ്സണൽ മെന്ററിങ്ങിനായിട്ട് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നതിലും ഫാമിലി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ജനറേഷനും കൂടി അതിന്റെ ഭാഗഭാക്കാവുകയും അവരിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അന്ന് ഞാൻ തീരുമാനം എടുത്തതാണ്, ഞാൻ വർക്ക് ചെയ്യുന്നത് ഫാമിലി ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈവൻ അതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫാമിലി മാറ്റേഴ്സ് എല്ലാം കണക്റ്റഡ് ആയിട്ട് വരും. ഈവൻ ഹസ്ബൻഡ് വൈഫ് ഇഷ്യൂസ് ഉണ്ടോ, മക്കളുമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എപ്പോഴും നമ്മളിൽ ഉണ്ടാകുന്നത് ഒരുപാട് സ്ട്രെസ് വരികയും ചിന്തകൾ കൂടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് എന്തുണ്ടാകുന്നത്, രോഗങ്ങൾ ഉണ്ടാകുന്നത്. ഇവ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും. ജലദോഷം വരുന്നത് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്, ഒന്നിനും ആൻസർ കൊടുക്കത്തില്ല.
ചിന്തിക്കുന്ന കാര്യങ്ങളുടെ എല്ലാം പുറകെ 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 അങ്ങ് പോകും. ഏതിനെങ്കിലും ഒന്നിന് ക്ലാരിറ്റിയോട് കൂടി ആൻസർ കൊടുത്താൽ ചിന്തയെ മാറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ ജലദോഷം എന്നുള്ളത് സംഭവമേ നമ്മളിലേക്ക് എത്തില്ല എന്നുള്ളത്. കാരണം ഞാനത് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു. കുറെ കാലമായിട്ട് എന്നിൽ അത് ഉണ്ടാവാതെ ഇരുന്ന സംഭവമാണ്. പക്ഷെ ഈ കഴിഞ്ഞൊരിടയ്ക്ക് എത്തിക്കഴിഞ്ഞപ്പം ജലദോഷം എന്ന് പറഞ്ഞ സംഭവം എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ച് എന്താണ് അപ്പൊ ഉണ്ട് ഇങ്ങനെ നൂല് പോലെ വരുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾക്ക് ക്ലാരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് ശരിയാണ്. ആ കാര്യങ്ങൾക്ക് ക്ലാരിറ്റിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ നിന്ന് ആ രോഗാവസ്ഥ മാറിക്കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിന്റെ റൂട്ടിനെ അറിഞ്ഞ് പരിചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്നിൽ വന്ന മാറ്റം അല്ലെങ്കിൽ എന്നിൽ ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ റൂട്ട് കോസിലൂടെ നമ്മൾ പൂർണ്ണമായിട്ടും ഹീൽ ചെയ്ത് മാറ്റുമ്പോൾ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഈവൻ സൈലന്റ് ആയിട്ട് ഇരുന്ന് വേണമെങ്കിലും എത്തിപ്പെടാം. സൈലന്റ് ആയിട്ട് ഇരുന്ന് എത്തിപ്പെടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ മറ്റൊരാളുടെ ആ പിടുത്തം കഴിയുന്നോളം വരെ നമ്മൾ ആ കാംനെസ്സിലൂടെ തന്നെ പോകും. ആ മറ്റൊരാളുടെ പിടുത്തത്തിൽ നിന്നും വിട്ടുപോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അതിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. അതാണ് സംഭവം. അപ്പോൾ ഞാൻ ചെയ്തു കൊടുക്കുന്നതൊക്കെയും സെൽഫ് റിയലൈസേഷൻ ആണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറിയണം, അവനവൻ അറിയണം അവനവന്റെ പോരായ്മകൾ എന്താണ്, അവനവന്റെ സ്ട്രെങ്ത് എന്താണെന്ന് അറിഞ്ഞിട്ട് അതിൽ വർക്ക് ചെയ്ത് കഴിയുമ്പം പിന്നീട് മറ്റൊരാളുടെ സപ്പോർട്ട് വേണ്ട മുൻപോട്ട് പോവാൻ. അവർ സ്വയം തിരിച്ചറിഞ്ഞിട്ട് അതിലൂടെ അവർ മുന്നോട്ട് പോകുമ്പം അവരുടെ ജീവിതത്തിൽ ഓരോ പടികളിൽ കയറുമ്പോഴും ആ ഒരു അവയർനെസ് അവരുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെയ്തു കൊടുക്കുന്നത് തന്നെ EFT വിത്ത് മൈൻഡ് പവർ ആണ്. കാരണം EFT നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. കാരണം അത് പെട്ടെന്ന് നമ്മളിൽ നിന്ന് ഹീലാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. മൈൻഡ് പവർ എന്നുള്ളത് നമുക്ക് ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം അതിന് ഒരു പാത്ത് ഇട്ട് കൊടുത്താൽ ആ പാത്തിലൂടെ കണ്ടിന്യൂസ്ലി കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതങ്ങനെ ഷിഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ വിശ്വാസവും നമ്മുടെ കൺസിസ്റ്റൻസിയുമാണ് വേണ്ടത്. അപ്പോൾ ഇത് നിങ്ങളിപ്പോൾ ഈ കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് അറിയുന്ന ഓരോരുത്തരോടും പറയുക, ഇന്ന രീതിയിൽ കോഴ്സുകളായിട്ടും പേഴ്സണൽ മെന്ററിംഗ് ആയിട്ടും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് അത് എനിക്ക് ചെയ്തു തരിക എന്നുള്ളത്. കാരണം നമ്മൾക്ക് ഒരു അറിവുണ്ടെങ്കിൽ ആ അറിവ് കൊണ്ട് ഈ ഒരു സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത് ചെയ്യുമ്പോഴാണ് ആ അറിവ് വർദ്ധിച്ചു വരിക എന്നുള്ളത്. അപ്പൊ ഞാൻ പഠിച്ച കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ട് നടന്നത് കൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ ഓരോ ആഴ്ചയിൽ വന്ന ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതൽ അറിവുകൾ എന്നിലേക്ക് എത്തിപ്പെടുക ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ എല്ലാവരോടും ഒന്ന് സംസാരിക്കുക സന്തോഷത്തോടു കൂടി. എന്നിൽ എത്തുന്നവരെ, എന്നോട് കോപ്പറേറ്റ് ചെയ്യുന്നവരെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു ഇതിങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ കാരണം എന്റെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോടൊപ്പം നല്ല രീതിയിൽ, അതായത് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാം. അതായത് ഡോക്ടറോടും വക്കീലിനോടും കള്ളം പറയരുതെന്ന് പറയുന്നത് പോലെ ഒരു മെന്ററിനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ മെന്ററിനോട് നമ്മൾ ഒളിപ്പിക്കാൻ ഒന്നും ഉണ്ടാവരുത്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് അതൊരു സൂചിമുനയോളം ഉണ്ടെങ്കിൽ പോലും അതിനെ പിക്ക് ചെയ്തെടുത്തിട്ട് അവിടെ ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ കൂടെ നിന്നവരിൽ എനിക്ക് നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അല്ലാത്ത ഒരുപാട് പേര്, കുറെ പേര് നമ്മൾ ജോയിൻ ചെയ്തിട്ട് അതിന്റെ വർക്കൗട്ട് ചെയ്യാതെ പോയവരുണ്ട്. അപ്പൊ അവരിലേക്ക് എനിക്ക് അത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അവരുടെ പുറകെ കുറച്ച് നാൾ പോയിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നമ്മളിലേക്ക് എത്തിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നല്ലൊരു മാറ്റം എത്തിക്കാൻ പറ്റുള്ളൂ. ഇപ്പം കൂടെ ഉള്ളവരെല്ലാവരെയും എനിക്ക് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ചേർത്ത് നിർത്തിയിട്ടുണ്ട്, പരമാവധി ചേർത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ ഇപ്പൊ ഈ കൂടെ ഉള്ളവരിൽ ആർക്കെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനും ഞാൻ ക്ഷമ ചോദിക്കാണ് കേട്ടോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയില്ലല്ലോ, ചിലപ്പം ഞാനൊരു സമയത്ത് ഫോൺ എടുക്കാത്തതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്ലൈ കൊടുക്കാത്തതായിരിക്കാം, അങ്ങനെ പലതും ഉണ്ടാവും. ഇവിടെ ഇതിങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയാൻ കാരണം വെച്ചാൽ എന്റെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയ ഒരാളെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ആയപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ 250 പേരുള്ള ഒരു ഗ്രൂപ്പിൽ എനിക്ക് ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ഇന്നും ഒരാളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ വിളിക്കുക, കേൾക്കാൻ ഞാൻ റെഡിയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെന്ററിങ് എടുത്താൽ മതി. ഇപ്പോ ഈ ഒരു ലോകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ ആളില്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ കേൾക്കാൻ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിന് വേണ്ടുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ആ ഒരു കാര്യം വർക്കൗട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മാറ്റമാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കേസ് വന്നത് ആകെ 5-6 ദിവസം അല്ലെ 3-4 ദിവസം ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ ആൾക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു. ആളത് വർക്ക് ചെയ്തു. ആ അത്രയും ദിവസം കൊണ്ട് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ വന്നു എന്നുള്ളത്.
കാരണം ആൾക്ക് ആ, ഒന്ന് നന്നായിട്ട് ചിരിക്കാൻ പറ്റി എന്നുള്ളതാണ്. അത് ഭയങ്കര ഒരു സന്തോഷമായിട്ട് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു, അൽഹംദുലില്ലാ, നിങ്ങൾ എനിക്ക് ചെയ്യേണ്ട ഹെൽപ്പ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വന്ന ഒരു മാറ്റം നിങ്ങൾ മറ്റുള്ളവരോട് പറയും. എന്നിട്ട് എനിക്ക് എല്ലാവരിലേക്കും എത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പൊ അതിനെന്ത് ചെയ്യണം, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹെൽപ്പ് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയമാണ്.